സുമിത്ര എന്നെ കാണാൻ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ടല്ലേ? സുമിത്രയോട് നന്ദി വാക്കെങ്കിലും പറയേണ്ടതല്ലേ? വേണം മോനെ, നീ സുമിത്രയും ശങ്കർജി സാറിനെയും ചെന്ന് കാണണം. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്തിരിക്കണം, അല്ലേ ബാലേട്ടാ? പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ഉടനെ പോകണോ? സാവകാശം പോയാൽ പോരെ? ശങ്കരനിപ്പോൾ തൊട്ടടുത്തല്ല താമസം, 100 കിലോമീറ്റർ ദൂരെയാ. ഒരു ദിവസം വേണം അവിടെ പോയിട്ട് വരാൻ. അതൊന്നും സാരമില്ല. സാരമുണ്ട് പ്രസാദേ. വിശ്രമം വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ ഓർമ്മയില്ലേ? അതെ മോനെ, ക്ഷീണമൊക്കെ മാറിയിട്ട് സാവകാശം പോയി കണ്ടാൽ മതി. ശരി. സുമിത്ര ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതാണ്, അല്ലേ ബാലമമ്മ? അതെ. പൊതുജനത്തിന്റെ ചോദ്യങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയാൽ അതല്ലേ ചെയ്യാനാവൂ? ശങ്കരനാണെങ്കിൽ ദീർഘ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണ്. എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാണ്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ലാഭം മാത്രമല്ല, നഷ്ടവും ഉണ്ടാവും. നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടും സുമിത്ര എന്നെ കാണാൻ വന്നല്ലോ. ആ മനസ്സെനിക്ക് പിടികിട്ടുന്നില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കാരുണ്യം കാണിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. എല്ലാം തിരിച്ചറിയാനും പശ്ചാത്തപിക്കാനും എനിക്ക് ഇത്രയും നാൾ വേണ്ടി വന്നു. മനസ്സിന്റെ സമനില തെറ്റേണ്ടി വന്നു, അല്ലേ അമ്മേ? എന്തിനാ മോനെ ഇനിയും ആ പഴയ കാര്യങ്ങളൊക്കെ നീ ഓർക്കുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിയുന്നില്ല അമ്മേ, തുടരുന്നതേ ഉള്ളൂ. രാമേട്ടാ, രാമേട്ടാ. വരുന്നു മോളെ. എന്താ മോളെ? രാമേട്ടാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടോട്ടാ മോളെ? കുറച്ച് ദൂരെ ഒരു സ്ഥലം വരെ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് പോയാ വലിയ ഉപകാരമായിരുന്നു. ഡാനിയൽ സാർ വിളിക്കുമ്പോൾ പറയാനാണോ? കുഴപ്പമില്ല, സാറിന്റെ മൊബൈലിലെ വിളിക്കൂ. പറയാൻ പറ്റുകയില്ല, ചിലപ്പോൾ ഇവിടെയും വിളിക്കും. പോകുന്നത് എങ്ങോട്ടായാലും അതൊന്ന് പറഞ്ഞൂടെ മോളെ? വന്നിട്ട് പറയാൻ രാമേട്ടാ. എന്തുകൊണ്ടാ രാമേട്ടൻ പിന്നെയും പിന്നെയും ചോദിക്കുന്നതെന്ന് മോക്ക് മനസ്സിലായോ? മനസ്സിലായി. എങ്കിലങ്ങ് തുറന്ന് പറഞ്ഞൂടെ? വെറുതെ രാമേട്ടനെ ആദ്യ കയറ്റാതെ. ഡാനിയൽ സാറിൻ്റെ ദയ കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയുന്ന കുടുംബമാ. ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ. അതിൻ്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ? രാമേട്ടൻ നന്ദി കാണിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ സ്ഥലം പറയാത്തത് എന്താ? യമുനമോടെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്നാ ഓർഡർ. എങ്ങോട്ട് പോകുന്നു, ആരൊക്കെ വരുന്നു ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ രാമേട്ടൻ ഇവിടെ ഉണ്ടാവില്ല. ദേ അവിടെ ആയിരിക്കും, റോഡിൽ. ആളെ ശരിക്കറിയാലോ. ദയവ് ചെയ്ത് സ്ഥലം പറഞ്ഞിട്ട് പോ മോളെ. അന്നാമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക്. ദൈവമേ, എന്താ കുഞ്ഞേ ഇത്? രാമേട്ടൻ പേടിക്കണ്ടെന്നേ, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാലും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? എത്രയായി? 300.
ശരി, പോയിക്കോളൂ. അന്നാമ്മ ചേച്ചി. യമുനയല്ലേ? ആഹാ. വരൂ. മോള് വന്നോ? വാ, ഇങ്ങനെ അടുത്തു വാ. മാളികയെന്ന് പുറത്തു ചാടാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. ചാൻസ് കിട്ടി, ഉടനെ ഇങ്ങ് പോന്നു. ആലിസേ, യമുനെ അറിയില്ലേ? പിന്നെ അറിയാതെ, യമുനയുടെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല അഭിനയ, നല്ല പടവും. എന്റെ ആകപ്പാടെയുള്ള ഒരു സഹായ ആലീസ്. അകന്ന ഒരു ബന്ധുവാണ്. ആലിസേ, യമുനയ്ക്ക് ചായ എടുക്ക. ശരി. മോള് വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഇരിക്കേ. പിന്നെ വിശേഷങ്ങളൊക്കെ പറയ്. ചേച്ചി, ഒരു കാര്യം തുറന്നു ചോദിച്ചാ എന്നോട് ദേഷ്യം തോന്നൂ? ഇല്ല. എന്താ? ഞാൻ ഉൾപ്പെടെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഡാനിയൽ സാറിന്റെ ബന്ധമുണ്ട്. ചേച്ചിയാണെങ്കിൽ ഡാനിയൽ സാറിന്റെ ഭാര്യയും. സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള പെണ്ണുങ്ങളോട് ഏതൊരു ഭാര്യയ്ക്കും ദേഷ്യം തോന്നേണ്ടതാ, പുച്ഛവും വെറുപ്പും തോന്നേണ്ടതാ. പക്ഷേ അന്നാമ്മ ചേച്ചി എന്നോട് ദേഷ്യമോ പുച്ഛമോ വെറുപ്പോ ഒന്നും കാണിക്കുന്നില്ല. പകരം സ്നേഹം കാണിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു അന്നാമ്മ ചേച്ചി. എന്താ ഇങ്ങനെ? ആ മാളികയിൽ വന്ന മറ്റു പെണ്ണുങ്ങളെ പോലെ അല്ല നീയെന്ന് ഞാൻ അറിഞ്ഞു. വലിയൊരാളിന്റെ മോള്, തറവാട്ടിൽ പിറന്ന കുട്ടി. മനഃപൂർവ്വം നീ അയാളെ സ്വാധീനിച്ച് വലയിൽ വീഴ്ത്തിയതല്ല. അയാളുടെ വലയിൽ നീ വീണതാണെന്ന് എനിക്ക് മനസ്സിലായി. പണത്തിനു വേണ്ടി നീ ഈ വഴി വന്നതല്ല, പെട്ടുപോയതാണ്. ശരിയല്ലേ? അതെ, ഞാൻ ചതിയിൽ പെട്ടതാ. ദ്രുതഗതിയിലായിരുന്നു എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. പല സംഭവങ്ങളും കൂടിയാ എന്നെ ഇവിടെ എത്തിച്ചത്. ചേച്ചിയുടെ വിവാഹം, അത് കഴിഞ്ഞ് അവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കിയെന്നുള്ള വൃത്തികെട്ട ആരോപണം, അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും അനിയനും ചേർന്നുള്ള കുറ്റപ്പെടുത്തൽ, അതൊക്കെ പരിധി കടന്നപ്പോ, സഹിക്കാവുന്നതിനപ്പുറമായപ്പോ, അങ്ങനെയാ ഞാൻ വീട് വിട്ടിറങ്ങിയത്. ഒരു കൂട്ടുകാരുടെ വീട്ടിൽ അഭയം തേടിയത്. പക്ഷേ അവളുടെ മാന്യനായ ഭർത്താവിന്റെ വളരെ മാന്യമായ പെരുമാറ്റം കാരണം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എങ്ങോട്ട് പോണം, ജീവിക്കണോ മരിക്കണോ ഒന്നും നിശ്ചയുണ്ടായിരുന്നില്ല. രാത്രിയായിരുന്നു. മുന്നിൽ കണ്ട ഏതൊരു ബസ്സിൽ കയറി. ആ ബസ് യാത്രയാ എന്റെ ജീവിതം ഇവിടെ എത്തിച്ചത്. രക്ഷകൻ എന്ന ഭാവത്തിലെത്തിയ ഒരാൾ, കൃഷ്ണേട്ടൻ. ചതിയുടെ ആരംഭം അവിടെയായിരുന്നു. സുരക്ഷിതമായ സ്ഥലമെന്ന് വിശ്വസിപ്പിച്ച് അയാൾ എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു കശാപ്പ് ശാലയിലായിരുന്നു. ശരീരം വിൽക്കുന്ന സ്ഥലം. അവിടെ വച്ച
ഞാൻ ആദ്യമായിട്ട് ഡാനിയൽ സാറിനെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വാശിയായിരുന്നു, പകയായിരുന്നു. എന്തായാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നെ ചെളിക്കുഴിയിൽ തള്ളിയിട്ടവർ സുഖമായിട്ട് ജീവിക്കുമ്പോ ഞാൻ മാത്രം എന്തിനു മരിക്കണം? ഞാൻ ജീവിച്ചെങ്കിലല്ലേ അവർക്കുള്ള മറുപടി കൊടുക്കാൻ പറ്റൂ. ചേച്ചിക്കറിയോ, ഒരിക്കൽ റെയ്ഡിൽ പിടിച്ചപ്പോ പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാൻ എന്റെ മഹാത്മാവായ അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് ഇതെന്റെ മകളല്ല എന്ന മനോഹരമായ വാചകം പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. ഡാനിയൽ സാറാ എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. അന്ന് മുതൽ ഞാൻ മാളികയില. സാറിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതൊക്കെയാ ചേച്ചി എന്റെ കഥ. പറയൂ, ഇനിയും എന്നെ സ്നേഹിക്കാൻ ചേച്ചി കഴിയോ? എന്റെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുമോ? അതിന് നീയല്ലല്ലോ തെറ്റ് ചെയ്തത്. എനിക്കിപ്പോ നിന്നോടുള്ള സ്നേഹം ഇരട്ടിയായി. മോള് വിഷമിക്കണ്ട, കർത്താവ് മോളെ കാത്തുരക്ഷിക്കും. ഹലോ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ സാർ? എന്ന് വരും? വേഗം വരാൻ നോക്കണേ. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. താങ്ക് യു. എത്രയും വേഗം വരണം. ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. പൗരസമിതി 3 കൊലപാതകങ്ങൾക്ക് ഉത്തരം പറയുക. ഈ ആശുപത്രി അടച്ചുപൂട്ടുക. പൗരസമിതി സിന്ദാബാദ്. വ്യാജ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുക. ഈ ആശുപത്രി അടച്ചുപൂട്ടുക. വ്യാജ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുക. 3 കൊലപാതകങ്ങൾക്ക് ഉത്തരം പറയുക. ഈ ആശുപത്രി അടച്ചുപൂട്ടുക. നിർത്ത്. നമസ്കാരം. രണ്ടാളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങളാരാണ്? മനസ്സിലായില്ല. ധൃതി പിടിക്കാതെ ചീഫ് ഡോക്ടറെ, മനസ്സിലാക്കി തന്നിട്ടേ ഞങ്ങൾ പോകൂ. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ സ്ഥലം പൗരസമിതി പ്രസിഡന്റ്, ഇത് സെക്രട്ടറി, പിന്നെ ദേ ഇവര്. ഈ മഹത്തായ ആതുര ശുശ്രൂഷ സ്ഥാപനത്തിന്റെ സഹായം കൊണ്ട് സ്വന്തം അനിയനെ അമ്മാവനെയൊക്കെ നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാര്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങോട്ട് വാ തുറന്ന് പറഞ്ഞു കൊടുക്കടാ. നിങ്ങളൊക്കെ മനുഷ്യരോ അതോ ചെറുത്താന്മാരോ? ഭ്രാന്തിന് ചികിത്സിപ്പിക്കാനാ എന്റെ അനിയനെ ഇവിടെ ഏൽപ്പിച്ചത്, അല്ലാതെ വിഷം കൊടുത്ത് കൊല്ലാനല്ല.